ഹലോ ഗൈസ്, നമുക്കിന്നൊരു മുട്ടപ്രയോഗം ചെയ്താലോ? ഈ വാല് പോലെ ഇരുന്ന മുടി ഇങ്ങനെയാക്കിയെടുക്കാൻ ഈ ഹെയർ മാസ്കിന് വലിയൊരു പങ്കുണ്ട്. കുറച്ചധികം വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഇത്. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ ഹെയർ ഫാൾ പറയുന്നത് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നല്ലേ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. എന്റേത് ഇച്ചിരി ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആയതുകൊണ്ട് ഞാനൊരു ഫുൾ എഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിലി ഹെയർ ഉള്ളവർ എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതിയെ. നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ബനാനയാണ്. എന്റെ കയ്യിലുള്ളത് റോബസ്റ്റ ആയിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള നല്ല പഴുത്ത പഴം ഏതാണേലും എടുത്തോ. റോബസ്റ്റ അല്ലെങ്കിൽ ഞാലിപ്പോനാണ് കുറച്ചുകൂടി നന്നായിരുന്നു. ഇനി അവസാനമായിട്ട് കുറച്ച് തൈര്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് മുട്ട, പഴം, തൈര് ആൻഡ് ഡ്രൈ ഹെയർ ഉള്ളവർ നിങ്ങളുടെ ഹെയർ ഓയിൽ കൂടി ആഡ് ആക്കിക്കോ. ഇനി ഇതെല്ലാം കൂടി അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കുക. അപ്പൊ ഈ പരുവത്തിൽ കിട്ടും. എക്സ്ട്രീം ഡ്രൈ അല്ലെങ്കിൽ ഡാമേജ് ഹെയർ ഉള്ളവർ ഇതിലേക്ക് കുറച്ച് അലോവേറ അല്ലെങ്കിൽ ഹണി കൂടി ആഡ് ചെയ്ത് കുറച്ചുകൂടി നന്നായി ഇത് സ്കാൽപ്പിലും ഹെയർ ലെങ്തിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ പറമ്പിൽ നിന്നാണ് തേക്കുന്നത്, ഇല്ലേ ഞങ്ങളുടെ അമ്മ എന്നെ ഓട്ടിക്കും. എന്റെ സ്കാൽപ്പിലും ഹെയറിലും ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണേൽ അപ്ലൈ ചെയ്യാം. ഇനി ഒരു ഷവർ ക്യാപ്പോ പ്ലാസ്റ്റിക് കവറോ ഇട്ടിട്ട് ഹെയർ കവർ ആക്കിക്കോ. എന്റെ ഷവർ ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ആക്കിയത്. ഞാനൊരു 1 അവർ വെക്കുന്നുണ്ട്. മിനിമം ഒരു 15-20 മിനിറ്റ് എങ്കിലും വെക്കാൻ നോക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഹെയർ വാഷ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ ഗ്രോത്ത് താളിയാണ്. ഇതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട മുടി. ഇതിപ്പോ ഒരു 70% ഡ്രൈ ആയ ഹെയർ ആണ് കേട്ടോ. ആൻഡ് ഇത് ഫുൾ ഡ്രൈ ആയ ഹെയർ. ആ ഒരു ഷൈൻ ആൻഡ് ഹൈഡ്രേഷൻ കണ്ടോ? കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത ഹെയർ ഗ്രോത്തും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ വീഡിയോ സേവ് ആക്കി വെച്ചോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ ഓക്കെ, ബൈ.